അല്ല, ഇന്നലെ സിനിമ ഇറങ്ങിയല്ലോ. സിനിമയ്ക്ക് ഇച്ചിരി നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ വരുന്നുണ്ട്. ആര് പറഞ്ഞു? അതെ, ആര് പറഞ്ഞു? നമുക്ക് റിവ്യൂസ് ഒരു ഈ പറഞ്ഞിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ റിവ്യൂസ് നമുക്ക് ഇച്ചിരി കൂടെ കാണാം. എന്താടാ നിനക്കും പേടിയായോ? പേടിയാ മിനി പുളിക്കും. അപ്പോൾ ഈ ഒരു സിനിമ അതായത് ഷാജി കൈലാസ് ഒക്കെ സജനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ധ്രുവം പോലുള്ളൊരു സിനിമ. പക്ഷെ എഴുതി വന്നപ്പോ ഇതൊരു ശവമായിപ്പോ, ഒരു ചത്ത സിനിമ. ബാബു, ആ ജ്യോത്സ്യൻ കാറ്റുപായ ഗോപീകൃഷ്ണനെ ഒന്ന് വിളിക്കണം. എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നറിയാനാ. ഒരു ഇമോഷൻസും നോക്കാത്ത എന്തൊക്കെയോ കാട്ടിക്കൂട്ടിട്ടുള്ള ഒരു അപരാധ സിനിമ. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. അത്യുഗ്രൻ സാർ, സൂപ്പർ സാർ, സൂപ്പർ സാർ. സാറിന് നാഷണൽ അവാർഡ് ഉറപ്പാ. പക്ഷെ പടം പൊട്ടും. തന്നി അപരാധം. ഷാജി കൈലാസിന്റെ കൈ ഒരു ഫോൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. കാരണം 90s ഇദ്ദേഹത്തിന്റെ സിനിമ കണ്ട എന്റെ മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകരാണ് ഷാജി കൈലാസ്. ഇദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട് അന്തം വിട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ മേക്കിംഗ് ഷോർട്സ്, ഷോർട്ട് ഡിവിഷൻസ്, ഇദ്ദേഹം യൂസ് ചെയ്യുന്ന നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില പരിപാടികള്. പക്ഷെ ഇതില് FPV ഡ്രോണൊക്കെ പറത്തുക. എനിക്ക് തോന്നുന്ന ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഏതോ പയ്യനെ പിടിച്ച് ചെയ്യിപ്പിച്ചാന്ന് തോന്നുന്നു. അങ്ങനെ ഒന്നും കളിയാക്കണ്ട കുട്ടാ, ഞങ്ങൾക്കും വരും ഒരു കാലം. ആ വന്ന കാല ഗോപാല ഇത്, പക്ഷെ കഷ്ടകാലായി പോയിന്ന് മാത്രം. എത്തൊരു വെറുപ്പിക്കലും മടിപ്പിക്കലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഡ്രോൺസ് ചുമ്മാ വഴിതെറ്റിയൊക്കെ പറക്കുക. ഇതിലൂടെ എന്തെങ്കിലും സന്തോഷം അവർക്ക് കിട്ടുന്ന കിട്ടിക്കോട്ടെ. അത് പിന്നീട് ഗുണമായി വന്നെങ്കിലോ. അറിയാമോ, അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കോപ്പ്. നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും എന്ന് പറഞ്ഞത് അദ്ദേഹം ഗംഭീരമായിട്ട് വിമർശിക്കും. നമുക്ക് അതനുസരിച്ചിട്ട് അതിനെ എനർജി പുതിയതായിട്ട് കൊണ്ടുവരാൻ പറ്റും. അതൊക്കെ നമുക്ക് നല്ല ആൾക്കാരാണ്. അവരൊക്കെ പറയുന്നതൊക്കെ കറക്റ്റ് അനലൈസ് ചെയ്ത് പറയുന്നവരാണ്. അതുകൊണ്ട് അവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സമ്മതിച്ചേ? ആണല്ലോ. എനിക്കത് അറിഞ്ഞാൽ മതി. പറഞ്ഞതേ ഉള്ളൂ, എനിക്കറിയാമല്ലോ നീ ആ സ്പിരിറ്റിലെ എടുക്കത്തുള്ളന്ന്.